ഇതുപോലെ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉച്ചയൂണിനൊരു കറി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങും തൈര് ചേർത്ത ഒരു കറിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പതിവ് പോലെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ചെടുക്കണം. 1.5 കപ്പ് തൈര്, നല്ല കട്ടിയുള്ള തൈര്, ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നോട്ടെ. സവാള അതുപോലെ ചെറുതാക്കി അരിഞ്ഞ്, പൊടിയായിട്ടല്ല, ഈ വലുപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ തൈരൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലടിക്കണ്ട, മിക്സിയിലടിച്ചാൽ ഒത്തിരി വെള്ളം പോലെയാവും. ഇപ്പോൾ ഈ തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉടച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പകുതി മുളക് പൊടി ഇപ്പം ചേർക്കാം. ഒരല്പം ഉപ്പും കൂടെ ആവാം. ഇത് ഒത്തിരി പുളിയുള്ള തൈരല്ല. പുളി ആവശ്യമുള്ളവരാണെങ്കിൽ നല്ല പുളിയുള്ള തൈരെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. ഇനി വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും മുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. മുളകും കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊന്ന് മൂത്തിട്ടുണ്ട്. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. അല്പസമയം ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി ഒന്ന് നോക്കാം. പൊട്ടറ്റോ തൈര് കറി റെഡിയായി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ വളരെ രുചിയുള്ളൊരു കറിയാണ്. തൈരും 2 പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.